നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം 3 പോയിന്റ് ചാർജുകൾ പ്ലസ് 10 മൈക്രോ കൂളം പ്ലസ് 20 മൈക്രോ കൂളം ആൻഡ് മൈനസ് 20 മൈക്രോ കൂളം. അതാ അല്ല 3 ഒരുപോലുള്ളതല്ലടാ, വ്യത്യസ്തങ്ങളാണ്. ആ ചാർജുകളെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ABC 3 കോണറുകളായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ന കോണറിൽ വെച്ചിട്ടുള്ള ചാർജിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണ്? എന്ന കോണറിലാണ് പ്ലസ് 10 മൈക്രോ കൂളം ഉള്ളത്. ഇതുള്ളത് ബിയിലാണ്, അതുള്ളത് സിയിലാണ്. അപ്പൊ പ്ലസ് 10 മൈക്രോ കൂളത്തിന്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് ആണ് കണ്ടെത്തേണ്ടത്. അതായത് ഇതാണ് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, ഈ ട്രയാങ്കിളിന് നമുക്ക് ABC എന്നുള്ള പേര് കൊടുക്കാം. ABC. എയിലാണ് പ്ലസ് 10 മൈക്രോ കൂളം ഉള്ളത്, ബിയിലാണ് പ്ലസ് 20 മൈക്രോ കൂളം ഉള്ളത്, സിയിലാണ് മൈനസ് 20 മൈക്രോ കൂളം ഉള്ളത്. So we have to find out what is the resultant force acting on charge plus 10 micro coulomb which is placed at A. അപ്പൊ ഇതിന്റെ സൈഡ് ലെങ്ത് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ തന്നെയാണ്. ആദ്യം പ്ലസ് 20 കാരണമുള്ള ഫോഴ്സ് കണ്ടെത്തണം, ദെൻ മൈനസ് 20 കാരണമുള്ള ഫോഴ്സ് കണ്ടെത്തണം. അതിന്റെ വെക്ടർ സം എടുക്കണം. അപ്പൊ അവിടെ ചെയ്യുന്നു നോക്കോ, പ്ലസ് 20 പ്ലസ് 10ന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അത് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഞാൻ ആ ഫോഴ്സിന് F1 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് F1? ഫോഴ്സ് ഓൺ പ്ലസ് 10 ഡ്യൂ ടു പ്ലസ് 20. ഓക്കെ, അത് എത്രയാണ്? F1 ആണ്. ആ F1 റിപ്പൾസീവ് ഫോഴ്സ് ആണ്. ഓക്കെ, ഇനി ഈ പ്ലസ് 10ന്റെ മുകളിൽ മൈനസ് 20 കാരണമുള്ള ഫോഴ്സ് അത് അങ്ങോട്ടല്ല, അത് ഇങ്ങോട്ടാണ്. കാരണം അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഇത് അട്രാക്ട് ചെയ്യും. അപ്പൊ അതായത് ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ അതിന് ഞാൻ എന്ത് വിളിക്കുന്നു? F2 എന്ന് വിളിക്കാം നമുക്ക്, അല്ലെ? നമുക്ക് F2 എന്ന് വിളിക്കാം. സോ F2ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പൊ ഇതാണ് F1, ഇതാണ് F2. ആ F1ന്റെയും F2ന്റെയും മാഗ്നിറ്റ്യൂഡ് ആദ്യം കണ്ടെത്തുക. എന്നിട്ട് റിസൾട്ടന്റ് അത് ഇങ്ങോട്ടായിരിക്കുമല്ലോ. പാരലലോഗ്രാം പ്രകാരം അതാണല്ലോ. ദെൻ ഇത് 60 ഡിഗ്രി ആണല്ലോടാ, ആണ്. ഇതും 60 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി, അല്ലെ? 120 ഡിഗ്രി. അപ്പൊ രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള, രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിളും നമ്മൾ കണ്ടെത്തി. അപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെ റിസൾട്ടന്റ് കണ്ടെത്തണമെങ്കിൽ ആദ്യം ആ ഓരോന്നും എത്രയാണെന്ന് കണ്ടെത്താം. സോ ഫസ്റ്റ് F1 is equal to 1/4πε0 9 into 10⁻⁹ Q1 Q2, അതായത് 20 into 10 into 10⁻⁻6ന്റെ സ്ക്വയർ which is 10⁻⁻12 ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 into 10⁻⁻2ന്റെ സ്ക്വയർ, അല്ലെ? അപ്പൊ 10 സ്ക്വയർ 10⁻⁻4. മനസ്സിലായിനാ? 10 into 10⁻⁻2ന്റെ സ്ക്വയർ. ഓക്കെ, ദെൻ അപ്പോ ഈ രണ്ടെണ്ണം ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താണ് ഉള്ളത്? 2 into 9 18 10⁻13 10⁻⁻12 അപ്പൊ 10. So 180 Newton is the force. F1 is 180 Newton. ഓക്കെ, ഇതേപോലെ നമുക്ക് F2ന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താം. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് F2 9 into 10⁻9 1/4πε0. ഓക്കെ, ദെൻ 10 into -20 മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അപ്പൊ എന്താണ്? 20 into 10 into ഇതേപോലെ തന്നെ, അല്ലെ? 10⁻⁻12 ഡിവൈഡഡ് ബൈ ആ ലെങ്ത് എത്ര തന്നെയാണ്? 10 തന്നെയാണ്. അപ്പൊ അതിന്റെ സ്ക്വയർ 10⁻⁻2ന്റെ സ്ക്വയർ 10⁻⁴, അതും 180 ന്യൂട്ടൺ തന്നെയാണ്. അപ്പൊ രണ്ട് ഫോഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഇനി നമുക്ക് അതിന്റെ റിസൾട്ടന്റ് കണ്ടെത്താം. ഓക്കെ, റിസൾട്ടന്റ് ഓഫ് എന്താടാ?
F1 and F2. Resultant of F1 and F2 equal to root of F1 square, which is 180 square, plus F2 square, which is 180 square, plus 2F1 F2, 180 into 180, right? Again 180 square, cos 120, right? Cos 120. Cos 120 is minus 1 by 2, right? Minus 1 by 2. Equal to, then root of 2 180 square, 2 into 180 square, the 180 ആണ് 180 square minus 180 square. അല്ലേ 2 cancelled. So minus 180 square. So root of 180 square, which is 180 Newton. 180 Newton is the answer. അപ്പോൾ ഇത് clear ആണല്ലോടാ? നോക്കിയേ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ 3 ചാർജസ് Q1, Q2, Q3 each equal to Q. അപ്പോൾ 3 സിമിലർ ചാർജ് എന്നായി. Q1 equal to Q, Q2 equal to Q, Q3 equal to Q. 3 സിമിലർ ചാർജ് ആണ്. എവിടെയാണ് വെച്ചിട്ടുള്ളത്? സൈഡ് എല്ലായിട്ടുള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 വെർട്ടിക്സിലായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് നമുക്കൊരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ അതിനോട് ശ്രദ്ധിച്ചോടാ മക്കളെ. ഇതാണ് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 കോണറുകൾ എ ബി സി. ചാർജ് Q, Q, Q. സൈഡ് എല്ലാം L, L, L. ഇനി നമ്മളില്ലേ നാലാമതൊരു ചാർജ് Q. ഇത് സ്മോളർ ക്യൂടെ അതേ സൈൻ ആണ്, മാഗ്നിറ്റ്യൂഡ് സെയിം അല്ല, അതേ സൈൻ. ഇത് പ്ലസ് ആണെങ്കിൽ അതും പ്ലസ്. അതിന് നമ്മൾ ഇതിന്റെ സെൻട്രോയിഡിൽ വെക്കുന്നു. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ഇതേപോലെ ഇത് ഈ വെർട്ടെക്സ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരക്കും. ഇതേപോലെ ഇത് വരക്കാം, ഇങ്ങനെ വരക്കാം. അപ്പൊ 3 ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാം, സെൻട്രോയിഡ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോ ആ സെൻട്രോയിഡിനെ ഞാൻ O എന്ന് വിളിക്കുന്നു. O എന്ന സെൻട്രോയിഡിലാണ് Q എന്ന ചാർജ് വെച്ചിട്ടുള്ളത്. ഓക്കെ, O എന്ന സെൻട്രോയിഡ്, O ഇസ് ദി സെൻട്രോയിഡ്, അവിടെ ക്യാപിറ്റൽ Q എന്ന് പറഞ്ഞ ചാർജ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ Q എന്ന ചാർജിന്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എത്ര എന്നാണ് ചോദ്യം. എന്റെ കുഞ്ഞുമക്കളെ, അപ്പൊ ഈ Q എന്ന ചാർജിന്റെ മുകളിൽ ടോട്ടൽ 3 ഫോഴ്സ് ഇല്ലേ? ഫോഴ്സ് ഡ്യൂ ടു Q at A, ഫോഴ്സ് ഡ്യൂ ടു Q at B, ഫോഴ്സ് ഡ്യൂ ടു Q at C. അപ്പൊ ഈ 3 ഫോഴ്സുകൾ കണ്ടെത്തണം. ഈ ഫോഴ്സ്, ഈ ഫോഴ്സ്, ഈ ഫോഴ്സ്, ഈ 3 ഫോഴ്സുകൾ കണ്ടെത്തിയിട്ട് അതിന്റെ വെക്റ്റർ സം എടുത്താൽ ഇതിന്റെ മുകളിലുള്ള ടോട്ടൽ ഫോഴ്സ് ആയി. അപ്പൊ A കാരണം ഇവിടെയുള്ള ഫോഴ്സ് കണ്ടെത്തണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയെന്ന് അറിയണ്ടേ? ഈ ഡിസ്റ്റൻസ് അറിയണ്ടേ? ഈ ഡിസ്റ്റൻസ് അറിയണ്ടേ? ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇത് സിമെട്രിക്കൽ ആണ്. അപ്പൊ ഇത് കണ്ടുപിടിച്ചാൽ ഇതും ഇതെല്ലാം ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ആദ്യം AO കണ്ടെത്താൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് ഈ പോയിന്റ് നമുക്ക് D എന്ന് വിളിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സംഗതിയാണ് OA എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. മുമ്പ് മാത്സിൽ പഠിച്ചതാണ്. OA എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസിന്റെ 2/3 ആണ്. 2/3 of AD. Okay, OA is actually the 2/3 length of AD. 2/3 AD എഴുതിയാൽ പോലെ നമുക്ക് അപ്പൊ AD എത്രയാണെന്ന് അറിയണം. AD എത്രയാണെന്ന് കണ്ടെത്തണം. AD കണ്ടെത്താൻ വേണ്ടിയിട്ട് ട്രയാങ്കിൾ ABD നോക്ക്. ട്രയാങ്കിൾ ABD ഈ ആംഗിൾ 60 ആണല്ലോ. അപ്പൊ ഇതെന്താ? ഇത് 30 അല്ലെ? എങ്ങനെ വേണമെങ്കിലും കണ്ടെത്താം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ ആംഗിൾ 30 ആണ്.
അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് കോസ് 30? Cos 30 is AD by AB. So AD is equal to AB cos 30. Okay. In AB എന്താ? AB is L. So L cos 30 എത്രയാടാ? √3/2. So √3/2 L is AD. നമുക്ക് അറിയേണ്ടത് ഈ AO. ഈ ചാർജിൽ നിന്ന് ഈ ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് അറിയണം. അത് 2/3 AD ആണെന്ന് പറഞ്ഞു. ആ AD നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് 2/3 into √3/2 into L അല്ലെ? ക്യാൻസൽഡ്. ഒരു √3 താഴെ കിട്ടും. അപ്പൊ L/√3 is OA. OA is L/√3 അല്ലെ? പക്ഷേ സിമട്രി പ്രകാരം OA is equal to OB, which is equal to OC, which is equal to L/√3. അപ്പോൾ ഓരോ ചാർജിൽ നിന്നും എന്താ പറയാ Q എന്ന് പറയുന്ന ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തി. ഇത് L/√3 ആണ്. ഇനി നമുക്ക് ഓരോ ചാർജ് കാരണമുള്ള ഫോഴ്സ് കണ്ടെത്താം. നോക്കിക്കോ, മാഷ് ചെയ്യുന്ന ശ്രദ്ധിച്ചോളാം മക്കളെ. ഓക്കെ, ഇതില് A കാരണം ഞാൻ ആ Q എന്നുള്ളതിന് ഇതാണ് Q. ഓക്കെ, A കാരണമുള്ള ഫോഴ്സ് അത് പറഞ്ഞ് ഈ ചാർജ് സിമിലർ സൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സിമിലർ സൈൻ ആയതുകൊണ്ട് തന്നെ ഉറപ്പാണ് റിപ്പൾസീവ് ഫോഴ്സ് ആണ്. സോ A കാരണമുള്ള ഫോഴ്സ് അത് F1 ആണ്. ഓക്കെ, ഞാൻ അതിന് ഇങ്ങനെ F1ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കുമല്ലോ. റിപ്പൾസീവ് ഫോഴ്സ് അല്ലേ? അല്ലേടാ മക്കളെ? ഉറപ്പായിട്ടും. ഇനി B കാരണമുള്ള ഫോഴ്സ് അത് അതായത് ഈ Q എന്ന് പറയുന്ന ചാർജിനെ അങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഇതാണ് F2. ഇനി ഈ ചാർജ് ഇതിനെ റിപ്പൽ ചെയ്യും. ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അതിന് ഞാൻ F3 എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതിയാണ്? ഇതാണ് 3 ഫോഴ്സുകളുടെ ഡയറക്ഷൻ. ഇതിൽ ഏതെങ്കിലും 2 ഫോഴ്സുകളുടെ, ഒന്നെങ്കിൽ ഇത് 2 അല്ലെങ്കിൽ ഇത് 2, ഈ രണ്ടെണ്ണത്തിന്റെ ഫോഴ്സിന്റെ ഈ 2 ഫോഴ്സിന്റെ റിസൾട്ടന്റ് കണ്ടെത്തുക. അതിന്റെ കൂടെ മൂന്നാമത്തത് ആഡ് ചെയ്യുക. ഈ 2 എണ്ണത്തിന്റെ റിസൾട്ടന്റ് കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ഞാൻ F1ന്റെയും F2ന്റെയും റിസൾട്ടന്റ് കണ്ടെത്തുന്നു. ഓക്കെ, അതിനാദ്യം F1 F2 കണ്ടെത്തണ്ടേ? F1 F2 കണ്ടെത്തിയിട്ട് അതിന്റെ റിസൾട്ടന്റ് കണ്ടെത്തുക. അതിന്റെ കൂടെ F3 ആഡ് ചെയ്യുക. ഓക്കെ, നോക്കിക്കോ, F1 ഈക്വൽ ടു എന്റെ മക്കളെ ആക്ച്വലി ആ 2 ചാർജുകൾ ഈ ചാർജും ഈക്വൽ ആണ് അല്ലെ? നമ്മൾ ഫീൽഡ് കണ്ടെത്തേണ്ട പോയിന്റിലുള്ള ഫീൽഡല്ല, ഫോഴ്സ് കണ്ടെത്തേണ്ട ഇത് ഏത് ചാർജിന് മുകളിലാണോ അതെല്ലായിടത്തും Q തന്നെയാണ്. അപ്പൊ F1ഉം F2ന്റെയും F3ന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ അല്ലേടാ? അല്ലെ? കാരണം Q1 ഈക്വൽ ടു Q2. Q1 is Q, Q2 is capital Q. ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോ 1/4πε0 ഇൻറ്റു എന്താണ് Q? സ്മോൾ ലെറ്റർ Q മറ്റേത് Q ബൈ എന്താണ് ഡിസ്റ്റൻസ്? എന്താടാ? L/√3 അല്ലേ? അതിന്റെ സ്ക്വയർ എടുക്കണം. ഓക്കെ, അപ്പൊ എന്താണ്? 3 മുകളിലോട്ട് പോകും. അപ്പൊ ഈക്വൽ ടു 3Q ബൈ 4πε0 ഇൻറ്റു L. ഇതാണ് ഓരോ ഫോഴ്സ്. L അല്ല, L² അല്ലെ? ഇതാണ് F1ഉം F1ന്റെ മാഗ്നിറ്റ്യൂഡ്, F2ന്റെ മാഗ്നിറ്റ്യൂഡ്, F3ന്റെ മാഗ്നിറ്റ്യൂഡ്, മൂന്നെണ്ണത്തിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. ഓക്കെ, ഇനി നമ്മൾ F1ന്റെയും F2ന്റെയും റിസൾട്ടന്റ് കണ്ടെത്താം. റിസൾട്ടന്റ് ഓഫ് F1 and F2 കണ്ടെത്തിയാലോ? അങ്ങനെ കണ്ടെത്തിയാൽ ഇത് നോക്കടാ, ഈ F1 F2ന്റെ മാഗ്നിറ്റ്യൂഡ് റിസൾട്ടന്റ് എങ്ങോട്ടാണ് ഉണ്ടാവുക? ആ F1 F2ന്റെ റിസൾട്ടന്റ് എങ്ങോട്ടാണ് ഉണ്ടാവുക? ഇങ്ങോട്ടല്ലേ ഉണ്ടാവുക. അതിനെ ഞാൻ F എന്ന് വിളിക്കുന്നു. F1ന്റെയും F2ന്റെയും മാഗ്നിറ്റ്യൂഡ് F. ഇനി ഇത് തമ്മിലുള്ള ആംഗിൾ എത്ര? ടോട്ടൽ 360. അപ്പൊ ഈ ആംഗിൾ എത്രയാ? ഇത് 120 ആണ്.
120 ഡിഗ്രി. ഓക്കെ, മനസ്സിലാകുന്നു? നോക്കി ഇത്ര ചെയ്തതൊന്ന് ക്ലിയർ ആയി നോക്കിയേ. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് റിസൾട്ടന്റ് ഓഫ് F1 and F2 is which is F is equal to root of F1 square plus F2 square plus 2F1 F2 cos theta അല്ലെ? അത് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 2F1 cos theta by 2 which is equal to, കേൾക്കുന്നുണ്ടോ മക്കളെ? equal to 2F1 2 into F1 എന്താണ്? 3Q by 4 pi epsilon 0 into L square into cos theta means cos 120 by 2 cos 60 which is 1 by 2 അല്ലേ? cos 60 cancelled, so 3Q by 4 pi epsilon 0 L square. ഇതാണ് F. അപ്പൊ ചെയ്തത് ഓർമ്മയാണ്. ആദ്യം F1ന്റെയും F2ന്റെയും F3ന്റെയും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. എന്നിട്ട് F1ന്റെയും F2ന്റെയും റിസൾട്ട് അത് ഇങ്ങോട്ടാണ്, F ആണ്, ഇതാണ്. ഇനി ഈ രണ്ട് വെക്ടറുകൾ ആഡ് ചെയ്താൽ മതി. നിങ്ങൾ നോക്കി, ഈ രണ്ട് വെക്ടറുകൾ ഓപ്പോസിറ്റ് ആണ്. ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അത് കൂട്ടണം എന്ന് നിങ്ങൾക്ക് അറിയാം. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അത് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. Therefore resultant of F and F3 ആണ്, which means F minus F3 അല്ലേ? equal to F എത്രയാണ് മക്കളെ? F ഇതെപ്പോടെ കണ്ടുപിടിച്ചതേ ഉള്ളൂ. 3Q by 4 pi epsilon 0 L square minus F3 അതെവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്? 3Q by 4 pi epsilon 0 L square. നോക്കി, ഇത് രണ്ടും ഈക്വൽ ആണ്, 0. That means the net force acting on the charge placed at the center of an equilateral triangle അല്ലെ? ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് അത് 0 ആണ്. ഓക്കെ മക്കളെ.